ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ചരിത്രപരമായ സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ. നീണ്ട ചർച്ചകൾക്കൊടുവിൽ 2025 ജൂലൈ 24-നാണ് ഇരു രാജ്യങ്ങളും ഈ കരാറിൽ ഒപ്പുവെച്ചത്. പുതിയ കരാർ നിലവിൽ വരുന്നതോടെ UK-യിൽ നിന്നുള്ള പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വില കുറയും. ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന നിരവധി നിത്യോപയോഗ സാധനങ്ങൾക്കും ആഡംബര വസ്തുക്കൾക്കും വലിയ തോതിൽ നികുതി ഇളവ് ലഭിക്കും. സ്കോച്ച് വിസ്കി, ജിൻ എന്നിവയുടെ ഇറക്കുമതി തീരുവ 150% നിന്ന് ഒറ്റയടിക്ക് 75% കുറയും. അടുത്ത 10 വർഷം കൊണ്ട് ഇത് 40 വരെ എത്താനാണ് സാധ്യത. നിലവിൽ 110% വരെയുള്ള ഇറക്കുമതി തീരുവ ഘട്ടമായി കുറച്ച് 10 വർഷത്തിനുള്ളിൽ 10% എന്നാൽ ഇന്ത്യൻ വിപണിയെ സംരക്ഷിക്കാൻ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് പ്രത്യേകം നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ചോക്ലേറ്റുകൾ, ബിസ്ക്കറ്റുകൾ, ശീതളപാനീയങ്ങൾ, സാൽമൺ മത്സ്യം, ലാംബ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയ്ക്കും വില കുറയ്ക്കും. കൂടാതെ UK-യിൽ നിന്ന് പ്രധാന ഇറക്കുമതി ഇനമായ വെള്ളിയുടെ നികുതി പൂർണ്ണമായും ഒഴിവാക്കും. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്കാർക്ക് ബ്രിട്ടീഷ് വിപണിയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് ഈ കരാർ സഹായിക്കും. ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്ക് ഈ കരാർ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ കരാർ വരുന്നതോടെ ബ്രിട്ടനിലെ സോഷ്യൽ സെക്യൂരിറ്റി ഇന്ത്യയിലേക്ക് നൽകിക്കൊണ്ടിരുന്ന തുക ഇനി ഒഴിവാക്കും. പകരം ഇന്ത്യയിലെ PF തുക സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റാനും സാധിക്കും. ഇതുവഴി പ്രവാസികൾക്ക് തങ്ങളുടെ ശമ്പളത്തിന്റെ 25% ലഭിക്കുവാനും അതിന് പലിശ നേടുവാനും സാധിക്കും. ഇന്ത്യയിലെ കർഷകരെയും ചെറുകിട ക്ഷീര കർഷകരെയും പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ ചില മരുന്നുകളെ നികുതി ഇളവുകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. പാലുൽപ്പന്നങ്ങൾ, ചീസ്, ആപ്പിൾ, പഞ്ചസാര, അരി, പോർക്ക്, കോഴിയിറച്ചി, മുട്ട എന്നിവ ഇതിൽപ്പെടുന്നു. 2025-26 കണക്കുകൾ പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 25.13 ബില്യൺ അവസ്ഥയായി ഉയർന്നിട്ടുണ്ട്. ഇതിൽ ഇന്ത്യയുടെ കയറ്റുമതി 13.4 മില്യൺ കോടിയിലധികം, ഇറക്കുമതി 11.68 ബില്യൺ വ്യവസ്ഥയാണ്. ഈ കരാറിലൂടെ 10 വർഷത്തിനുള്ളിൽ UK കയറ്റുമതിക്കാർക്ക് പ്രതിവർഷം 900 ദശലക്ഷം പൗണ്ടിന്റെയും ഇറക്കുമതിക്കാർക്ക് 220 ദശലക്ഷം പൗണ്ടിന്റെയും നികുതി ലാഭമുണ്ടാകും. 2040 ആകുമ്പോഴേക്കും UK-യുടെ GDP-യിൽ 0.13% വളർച്ചയാണ് ഈ കരാർ വഴി പ്രതീക്ഷിക്കുന്നത്.